ഇടയ്ക്കിടെ ഇങ്ങനെ കുറിപ്പുകളൊക്കെ വരും. അതായത് എത്രയോ നൊസ്റ്റാൾജി ഉണർത്തുന്ന, ഗതകാല സ്മൃതി ഉണർത്തുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ ചിരിയുടെ കൂമ്പാരം തന്ന സംവിധായകൻ ഇപ്പോൾ എവിടെ പോയി, ഇപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ കാണുന്നില്ലല്ലോ, ആ രാജസേനൻ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പറഞ്ഞ സിനിമകൾ, മേലെപ്പറമ്പ് രൺവീട്, സി ഐ ഉണ്ണികൃഷ്ണൻ, അതുപോലെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങളടക്കം ഈ സിനിമകളൊക്കെ വെച്ചിട്ടാണ് ഈ കുറിപ്പുകളൊക്കെ വരുന്നത്. മേഘസന്ദേശമൊക്കെ അതിനൊരു വേഴ്സിറ്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഡാർലിൻ ഡാർലിംഗ് വളരെ യങ് ഫ്ലേവറുള്ള ഒരു സിനിമയാണ്. ശ്രീകൃഷ്ണപുരത്തെ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മനസ്സ് തൊട്ടറിഞ്ഞൊരു സിനിമയാണ്. സി ഐ ഡി ഉണ്ണികൃഷ്ണനിലെല്ലാം കാരിക്കേച്ചർ കഴിഞ്ഞ സിനിമകൾ. മേലെപ്പറമ്പ് രൺവീടിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതില്ല, അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഏറെക്കുറെ സബ്ജക്ട് വൈസ്. ആ സംവിധായകൻ എവിടെ പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചകൾ വരും. പുതിയ സിനിമകൾ പണ്ടത്തെ സിനിമകളിൽ അത്ര പോരാ എന്നുള്ള രീതിയിലും ചർച്ചകൾ വരും. ഇത് കാണാറുണ്ടോ? അതൊരു ദുഃഖം ഉണ്ടാക്കാറുണ്ടോ? ഇതൊക്കെ കാണാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് സജീവമായിട്ട് ഉള്ള ഒരാളാണ്. എല്ലാ ട്രോളും കാണും, എല്ലാ പോസിറ്റീവായിട്ടുള്ളതും കാണും. ട്രോളെല്ലാം നെഗറ്റീവ് എന്നല്ല, ട്രോളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ളതുണ്ട്. നമ്മളെ ഒന്ന് മാറി ചിന്തിക്കാനും ഒന്നുകൂടെ ഒന്ന് ഗ്രോ ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്ന ട്രോൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കാണാതെ പോകത്തില്ല, കാണും. ചിലതിന് മറുപടി കൊടുക്കും, ചിലതിന്. ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് 1-2 സിനിമകൾ ഇച്ചിരി മോശമായിരുന്നു. ഞാൻ അഭിനയിച്ചതല്ല. ഈ ഭാര്യ എന്ന മക്കൾ 3-ന് ശേഷം ഞാൻ ഒരു സ്മോൾ ഫാമിലി, അതും വലിയ കുഴപ്പമില്ലാതെ പോയതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് 85 ലക്ഷം രൂപ അന്ന് സാറ്റലൈറ്റ് തന്നെ കിട്ടിയതാണ്. പക്ഷേ ഈ വേറെ 2 സിനിമകൾ, റേഡിയോ ജോക്കി, ഒരു 72 മോഡൽ. അതിൽ 72 മോഡൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും കറക്റ്റ് അറിയില്ല. ചിലർ പറയും എൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഈ റേഡിയോ ജോക്കിയുടെ കാസ്റ്റിങ് പാളിപ്പോയി. പിന്നെ റേഡിയോ ജോക്കിയുടെ സ്ക്രിപ്റ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തത്. എവിടെയോ ഒരു പ്രശ്നം അതിൻ്റെ സ്ക്രിപ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അത് പറയാറുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഞാൻ ഏതോ സീരിയലിൽ അഭിനയിക്കാൻ പോയി, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. അതിനിടയ്ക്ക് കോവിഡ് തരംഗം 3 വർഷം അത് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയിട്ടാണ് ഈ ഞാനും പിന്നൊരു ഞാനും ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ആ ബഡ്ജറ്റിൽ തന്നെ ഒരു കോമഡി ചിത്രം ചെയ്യാം. പക്ഷേ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഹീറോയെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ആരെങ്കിലും വച്ചൊരു കോമഡി ചിത്രം ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ രാജസേനൻ്റെ നർമ്മമെല്ലാം പോയി എന്നും ഈ നേരത്തെ ട്രോൾ ചെയ്തവരൊക്കെ തന്നെ വേറെ രീതിയിൽ ഇയാൾ ഇനി വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലതെന്ന് എന്നെ പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ത്രില്ലിങ് ഒരു സബ്ജക്റ്റ്, പകരം വയ്ക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കഥ, അതുപോലത്തെ ഒരു പെർഫോമൻസ്, അതൊരു പക്ഷേ പരാജയപ്പെട്ടാൽ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം പറയുന്നത്, അല്ല ഇൻവെസ്റ്റ് ചെയ്തവരായിട്ട്, അതുപോലൊരു കഥ കാരണം അവരെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്താൽ ഒരു പക്ഷേ തിയേറ്റർ കളക്ഷൻ മോശമായാലും ഒ ടി ടിയിൽ കയറിക്കോളും. മാത്രമല്ല അന്ന് നമ്മൾ ഒ ടി ടിക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ഒ ടി ടി സബ്ജക്റ്റാണത്. അന്ന് കുറച്ച് ഓഫ് ബീറ്റ് പടങ്ങൾ ഒ ടി ടിയിൽ വർക്കാവുന്ന സമയമായിരുന്നു. ഇത് കുറച്ച് ഓഫ് ബീറ്റാണ്. പക്ഷേ അപ്പോഴാണ് ഈ അസോസിയേഷൻ്റെ തീരുമാനം വരുന്നത്, എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമേ ഒ ടി ടിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി, ബഡ്ജറ്റ് പിന്നെ റൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും, ഇച്ചിരി കൂടെ കളർഫുൾ ആക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ടൊന്നും മോശം വന്നില്ല. ഒരു വലിയൊരു കുഴപ്പം വന്നത് 90 സ്റ്റേഷൻ റിലീസ് ചെയ്തു. അപ്പോൾ ഈ 6 വർഷമായിട്ട് ഡയറക്ഷൻ പോലും ചെയ്യാതിരുന്ന ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു സിനിമ 90 സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാധ്യതയായി മാറി. അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുതിയ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ്. അത് ആലോചിച്ചില്ല. എനിക്ക് ആ സമയത്തുള്ളൊരു ബിസിനസ് പിടികിട്ടിയില്ല. തിയേറ്ററിൽ ആളിനെ കയറ്റുന്നത് വരെ ആ സമയത്തുണ്ട്. അതിന് തിയേറ്റർ പ്രൊമോഷൻ ആലങ്കാരിക വേർഡുമുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്ന്, സാർ ഈ തിയേറ്റർ പ്രൊമോഷൻ ആരാ ചെയ്യുന്നത്? അപ്പം ഞാൻ വിചാരിച്ച് ഈ ബോർഡ് വയ്ക്കലൊക്കെ ആയിരിക്കും. അതല്ല സാർ, അതല്ല. ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ ആളെ കയറ്റുന്നതാണ്. അപ്പം ഈ 90 സ്റ്റേഷൻ എന്നുള്ളത് ഒരു 30 സ്റ്റേഷൻ ഇറക്കിയിരുന്നെങ്കിൽ പടം 2 ആഴ്ച അപ്പോഴും ഓടിയതാണ്. 25 ദിവസം ട്രിവാൻഡ്രത്ത് കളിച്ചായിരുന്നു. പക്ഷേ ബാക്കി 90 സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു 10-70 സ്റ്റേഷനൊക്കെ നിന്നുപോയി. അപ്പോൾ നിന്ന കാര്യം മാത്രമല്ലേ പറയത്തുള്ളൂ, അതെ, ഓടിക്കൊണ്ടിരിക്കുന്നത് പറയത്തില്ല. അവിടെ നിർത്തി, ഇവിടെ നിർത്തി, അവിടെ ആളില്ല, ഷോ നടന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇതങ്ങ് വന്നു. പക്ഷെ ഭാഗ്യത്തിന് ഒരു നല്ല OTT കിട്ടി, അവർക്ക് കൊടുത്തു,
OTT-യിൽ പടം ഗംഭീരമായിട്ട് വരുമ്പോഴേക്കും അവരെന്തോ ഒരു കേസിൽ ഒക്കെ പെട്ട് OTT സ്റ്റോപ്പായി. HROTT സ്റ്റോപ്പായി. അത്യാവശ്യം ഒരു എമൗണ്ട് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ കമ്പനിയുടെ എമൗണ്ട് അവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ അവരെ കേസ് സെറ്റിൽ ചെയ്ത് അവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ മനോരമ മാക്സിൽ നമുക്കൊരു നല്ല ഓഫർ കിട്ടി. അതൊരു ഭാഗ്യം കൂടെയാണ്. കാരണം ഇപ്പോൾ OTT ലഭിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 ആഴ്ചയായി, അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, നന്നായി പോകുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി. അപ്പോൾ ഇതാണ് ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത സിനിമയുടെ ഒരവസ്ഥ. പക്ഷേ സാർ, ഇപ്പം ഈ അടുത്തിറങ്ങിയ ത്രില്ലർ ഓണറുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം 5-ാം പാതിര എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഓണറിൽ വന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേക്കിങ്ങുമായിട്ട് കിടപിടിക്കുമ്പോൾ ഞാനും പിന്നീട് എൻ്റെ മേക്കിങ്ങിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ കുറവില്ല, അങ്ങനെ ഒരു സ്വയം ആത്മപരിശോധനയ്ക്ക് സ്കോപ്പ് ഉണ്ടോ? എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാവം ക്രൂരൻ എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സിനിമ എടുത്ത ആളാണ്. എനിക്ക് ത്രില്ലിങ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് ട്രെൻഡിലും ഏത് തരം ഷോട്ടും എടുക്കാനുള്ള ഒരു കഴിവ്, ചിന്ത, ശക്തി എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ഗുരു PK ജോസഫാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, നിന്നെ ക്രിയേറ്റിവിറ്റി പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അത് നിൻ്റെ തലയിലുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് പഠിപ്പിക്കാനുള്ളത് ടെക്നോളജിയാണ്. അത് ശ്രദ്ധിച്ച് നിൽക്കുക, ഞാൻ എങ്ങനെ ഷോട്ട് എടുക്കുന്നു, ഏതെല്ലാം ആംഗിളിൽ ക്യാമറ വയ്ക്കുന്നു, ഏതൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നീ പഠിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചാണ്. എനിക്ക് ത്രില്ലർ എടുക്കാനോ, ഇനി നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നവരസങ്ങളിൽ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നർമ്മമാണ്. നർമ്മം പറയാൻ ബുദ്ധിമുട്ടാണ്, എഴുതാൻ ബുദ്ധിമുട്ടാണ്, അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്ടേഴ്സ്, ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവർക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എത്രയോ സിനിമകളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, തമാശയെന്നും പറഞ്ഞാണ് പോയത്, അതിനകത്ത് ചിരിക്കാനൊന്നുമില്ല. അതായത് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പരാജയപ്പെടുന്ന സിനിമകളുണ്ട്. ദൈവം സഹായിച്ച് ഒരു സിനിമയിലും അത് വന്നിട്ടില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഭാര്യമൊന്നും നമുക്ക് അല്ല, ഈ ഭാര്യമൊന്നും മക്കൾ മൂന്നിലും പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി കോമഡി ആഡ് ചെയ്ത്. നോ, നെവർ. അതിലൊക്കെ കോമഡി ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ആത്മാവ് അങ്ങ് നഷ്ടപ്പെടും. ഇതിൽ പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവർ എന്നെ പറഞ്ഞു, ഞാനും പിന്നെ ഒരു ചാനലിൽ എവിടെയെങ്കിലും ഇച്ചിരി നർമ്മം, ഞാൻ പറയും പോയി. ആ നർമ്മം ചിരിക്കത്തുമില്ല, അവസാനം ആ സിനിമയ്ക്ക് അഭിപ്രായം വരത്തില്ല. ഇത് സിനിമയ്ക്ക് അഭിപ്രായം വന്നു, എൻ്റെ പെർഫോമൻസിന് അഭിപ്രായം വന്നു. ട്രോളുണ്ട്, ഉഗ്രം ട്രോള്, ഇച്ചിരി നെഗറ്റീവായിട്ട്. ആ നെഗറ്റീവ് ട്രോളിൽ പോലും ഒരു അംഗീകാരമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. മനസ്സിലായി, എനിക്ക് അവിടെ കിട്ടും, ഇവിടെ കിട്ടും, കാൻ ഫെസ്റ്റിവലിൽ പോകും, മറ്റേ കുറച്ച് ഫെസ്റ്റിവലിലൊക്കെ പോയി, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പിന്നല്ലാതെ, നമ്മളിത് നർമ്മം ഉണ്ടാക്കുന്ന ആളല്ലേ, ഞാനിത് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെന്താണ്? എനിക്ക് അവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇപ്പം നമുക്ക് വേറെ കാര്യമുണ്ട്, ഈ ട്രോൾ ഉണ്ടാക്കുന്നവരെ അറിയുകയും ചെയ്യാം, പലരെയും നേരിട്ടും കൂടെ അറിയാം, പലരെ അറിയാം. എനിക്ക് പേര് പറഞ്ഞ ഞാൻ പക്ഷേ പറയില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുമുണ്ട്. അതിലൊരു ബിസിനസ്സും കൂടെ ഉണ്ട്, അറിയാതിരിക്കട്ടെ. വേണമെങ്കിൽ സാറിൻ്റെ സിനിമ സപ്പോർട്ട് ചെയ്ത് ടോപ്പിലെത്തിക്കാം, ഞങ്ങളുടെ റേറ്റ് ഇതാണ് എന്ന് പറയുന്നവരുണ്ട്. ഇനി കൊടുക്കാതെ പണക്കി വിട്ടാൽ പോയിട്ട് തെറി പറയുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് കാലം മാറുമ്പോഴേ പല കാര്യങ്ങളും മാറും. അതനുസരിച്ച് നമ്മൾ കുറച്ച് മാറാം. ഞാൻ ടോട്ടലി അങ്ങ് മാറത്തൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സിനിമയ്ക്കൊരു ടോണുണ്ട്. ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നർമ്മം, കോമഡി എന്ന് വിചാരിച്ച് അത് CID ഉണ്ണികൃഷ്ണൻ പോലെയോ മേലെപ്പറമ്പിലാണ് വീട് പോലെയോ ഒരു സിനിമയല്ല. കാരണം അത് കാലഘട്ടത്തിൻ്റെ സിനിമ നമ്മൾ എക്സ്ട്രീമിൽ നിർത്തിയ സിനിമകളാണത്. അത് മേലെപ്പറമ്പിൽ ആൺവീടിനൊക്കെ കിടപിടിക്കാൻ ഒരു കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ കോമഡി ഉണ്ടാക്കിയിട്ടില്ല, അതങ്ങ് ഉണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞ ഡയലോഗിലൊക്കെ ആ ഡയലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നുള്ള അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായില്ല. തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇതുമില്ല. ഈ രഘുനാഥ് പലേരിയുടെ എഴുത്തെന്ന് പറഞ്ഞല്ലേ, പുള്ളി ഭയങ്കര ഇൻ്റലക്ച്വലാണ്. പുള്ളി ഈ കലാകൗമുദിയിൽ ചെറുകഥ എഴുതി, അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ ക്ലോസ് ആയപ്പോഴൊക്കെ പല ചെറുകഥയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് നമ്മളെടുത്ത് ഇത് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് എനിക്കും അതറിയില്ല സത്യത്തിൽ. അതങ്ങ് പോവും കേട്ടോ, അത് അങ്ങ് പൊയ്ക്കോളും. ഞാൻ പറഞ്ഞത് ആദ്യം വായിച്ചപ്പോൾ വെട്ടിക്കളയാൻ തന്നു എനിക്ക്. പക്ഷെ നിങ്ങൾ ഈ പൊയ്ക്കോളും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഡൗട്ട്, ചിലപ്പോൾ ഇത് കയറി വല്ലാണ്ട് കൊളുത്തിയാലോ എന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ഞാനിത് അമ്പിളിച്ചേട്ടനെ കൊണ്ട് ഷൂട്ടിൽ പറയിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ
നമ്മൾ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ആ സ്ക്രിപ്റ്റിനെയും ആ ഡയലോഗിനെയും കണ്ടു. ഇല്ലാതെ നമ്മുടെ കയ്യിരിക്കുന്ന പച്ചമഷി കൊണ്ട് അതങ്ങ് വെട്ടിയിരുന്നെങ്കിൽ അല്ലേ നഷ്ടപ്പെട്ടത് എന്തായാലും ഒരു അസാധ്യമായൊരു ഐക്കോണിക് ഡയലോഗ് 33 കൊല്ലം പറഞ്ഞ് ചിരിക്കുന്ന ഏത് ട്രോളിലും, പൊളിറ്റിക്കൽ ആണെങ്കിലും ട്രോൾ ചെയ്താലും അത് വരും, സിനിമാക്കാരുടെ ട്രോളിലാണെങ്കിലും അത് വരും, ഇനി പൊതുരംഗത്തുള്ള ട്രോളാണെങ്കിലും ഈ ഡയലോഗ് കയറി വരും, എല്ലായിടത്തും വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു നർമ്മം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്.